മുഖദ്ദസ്. ചെറിയ കാര്യമല്ല ഇത്. ഇങ്ങനെ ഒരു യുദ്ധത്തിന്റെ ഒരു തുടക്കം ഉണ്ടാകുമെന്ന് വർഷങ്ങൾക്ക് മുമ്പ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് സംഭവിക്കണമല്ലോ. ലാ തസാലു ഇസാബത്തും മിൻ ഉമ്മത്തി യുഖാതിലൂന അലാ അബ്വാബി ദമശ്ക് വമാ ഹൗലഹാ വഅലാ അബ്വാബി ബൈത്തുൽ മഖ്ദിസ് വമാ ഹൗലഹാ ലാ യളുറുഹും ഖിദ്ലാനു മൻ ഖദലഹും ളാഹിരീന അലൽ ഹഖ് ഇലാ യൗമിൽ ഖിയാമ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം ഉദിച്ചു വന്നുകൊണ്ടേയിരിക്കും, ഉണർന്നുകൊണ്ടിരിക്കും, വളർന്നുകൊണ്ടിരിക്കും. എന്റെ ഉമ്മത്തിന്റെ ഒരു വിഭാഗം ഡമാസ്കസിന്റെ ഓരോ മേഖലകളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ബൈത്തുൽ മുഖദ്ദസിന് വേണ്ടി അതിന്റെ ഓരങ്ങളിൽ ഓരോ ഭാഗങ്ങളിൽ അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കും. ലാ യളുറുഹും ഖിദ്ലാനു മൻ ഖദലഹും. ആരെല്ലാം അവരെ തളർത്താനും തകർക്കാനും ശ്രമിച്ചാലും അതെല്ലാം പുല്ലുവില നൽകിക്കൊണ്ട് അതെല്ലാം വലിച്ചെറിഞ്ഞ് ളാഹിരീന അലൽ ഹഖ്, ഞങ്ങൾ തീവ്രവാദികളും ഭീകരവാദികളുമല്ല, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന വർഗമാണ് എന്ന് മനസ്സിലാക്കി ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവർ ആ ഖുദ്സിന് വേണ്ടി പോരാടുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അപ്പോൾ ഇത് നടന്നുകൊണ്ടേയിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, തഅതീകും ബഅദി അർബഉ ഫിതൻ. ഏ സ്വഹാബത്തെ, ഏ ലോക മുസ്ലിമീങ്ങളെ, എനിക്ക് ശേഷം 4 ഫിത്നകൾ, 4 പ്രശ്നങ്ങൾ ലോകത്തുണ്ടാകും, 4 ഫസാദുകൾ ലോകത്തുണ്ടാകും എന്റെ കാലശേഷം. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ-ഊല, ഒന്നാമത് യുസ്തഹല്ലു ഫീഹാ ദിമാഉ, ജനങ്ങളെ കൊന്നൊടുക്കുന്ന ഒരു കാലം, ഒരു ഫിത്ന ഉണ്ടാകും, ഒരു കാരണവും വേണ്ട. നമ്മൾ ചിന്തിച്ചു നോക്കിക്കോളൂ. ഈ ഹദീസുകൾ പരിശോധിച്ചിട്ട് ഇന്നത്തെ കാലഘട്ടവുമായി ബന്ധപ്പെടുത്തി നടക്കുന്നത് ഈ പശ്ചിമേഷ്യൻ സംഘർഷത്തെ കുറിച്ചാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എന്ന് സാധാരണക്കാരായ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പ വഴിയിലൂടെ ഞാനിത് പറഞ്ഞു തരികയാണ്. ഹദീസിന്റെ വീക്ഷണത്തിൽ ഭൗതികമായ ചർച്ചകളോ വാർത്താ മാധ്യമങ്ങളോ ഒന്നും ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ ദിനം പ്രതി കണ്ടുകൊണ്ടിരിക്കുന്നവരാണ്. ഒരുപക്ഷെ ഹദീസുമായി കൂടുതൽ അവഗാഹം നിങ്ങൾക്ക് ഇല്ലാതെ പോയെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ള ഒരു വഴി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന 1-2 ഹദീസുകൾ നിങ്ങളുടെ മുന്നിൽ ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്, ഉദ്ധരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് ശേഷം 4 ഫിത്നകൾ പൊട്ടി പുറപ്പെടും. അതിലൊന്ന് യുസ്തഹല്ലു ഫീഹാ ദിമാഉ എന്ന് പറഞ്ഞാൽ രക്തം ഹലാലാവുന്ന ഒരു സാഹചര്യമായിരിക്കും എന്ന് പറഞ്ഞാൽ വെറുതെ കൊന്നുകളയ. ഇന്നത്തെ സാഹചര്യമാണോ അല്ലയോ എന്ന് മനസ്സിലായിക്കോളെ. വസ്സാനിയ, രണ്ടാമത് യുസ്തഹല്ലു ഫീഹാ ദിമാഉ വൽ അംവാൽ, മനുഷ്യനെ കൊല്ലുക മാത്രമല്ല അവരെ കൊന്നൊടുക്കിയിട്ട് അവരുടെ സമ്പത്ത് കൂടി പിടിച്ചെടുക്കുന്ന ഒരു കാലം, ഒരു ഫിത്ന എനിക്ക് ശേഷം ഉണ്ടാകും സ്വഹാബത്തെ. മൂന്നാമത് വസ്സാലിസതു യുസ്തഹല്ലു ഫീഹാ അദ്ദിമാഉ വൽ അംവാലു വൽ ഫുറൂജു, എന്റെ സമുദായത്തെ കൊന്നൊടുക്കുകയും അവരുടെ സമ്പത്ത് കൊള്ളയടിക്കപ്പെടുകയും അവരുടെ വീടുകളും അവരുടെ ഭവനങ്ങളും സാമ്പത്തിക മേഖലകൾ മുഴുവൻ പിടിച്ചെടുക്കുന്നതിനോടൊപ്പം വൽ ഫുറൂജു, അവരുടെ ഉമ്മമാരെയും പെങ്ങന്മാരെയും പെൺമക്കളെയും മാതാക്കളുടെയും മാനം കവർന്നെടുക്കുന്ന ഒരു കാലം സംജാതമാകും സ്വഹാബത്തെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ, ഇതിപ്പോ ഫലസ്തീനെന്ന് മാത്രം നിങ്ങൾ നോക്കണ്ട, ഇത് നമുക്ക് ഇന്ത്യയിലും ആകാം, ഇത് മണിപ്പൂരിലും ആകാം, ഇത് ഗുജറാത്തിലും ആകാം, ഇത് ഡൽഹിയിലും ആകാം, ഇത് കേരളത്തിലും ആകാം, ഇത് ഉത്തരേന്ത്യയിലും ആകാം, ഇതെല്ലാം ആകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമ്മുടെ സമ്പത്ത് പിടിച്ചെടുക്കും, വീട് പിടിച്ചെടുക്കും, മനുഷ്യനെ കൊല്ലും, ആൺമക്കളെ കൊല്ലും, പെൺമക്കളുടെ മാനം കവർന്നെടുക്കപ്പെടും. അങ്ങനെ ഒരു ഫിത്ന ഫസാദ് ലോകത്തുണ്ടാകാതെ ലോകം അസ്തമിക്കുകയില്ല. എന്റെ കാലശേഷം നിങ്ങൾ പ്രതീക്ഷിച്ചോളി, അത് നിങ്ങൾക്ക് നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ വിപത്താണ്. നാലാമത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സമ്മാഉ അംയാഉ മുത്ബിഖത്തുൻ തമൂറു മൗറൽ ബഹർ തമൂറു മൗറൽ മൗജ്.
في البحر حتى لا يجد أحد من الناس منها ملجأ وتغشى العراق تطيف بالشام وتخبت الجزيرة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാലാമത് കണ്ണും കാതുമില്ലാത്ത യുദ്ധം, അന്ധമായ യുദ്ധം, അട്ടിയട്ടിയായിട്ട് കൊന്നൊടുക്കുന്ന യുദ്ധമായിരിക്കും. ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ സംഭവമാണോ ഇല്ലയോന്ന്. കണ്ണില്ല, കുഞ്ഞെന്നില്ല, തള്ളയെന്നില്ല, വൃദ്ധനെന്നില്ല, വൃദ്ധകളെന്നില്ല, അന്ധമായ യുദ്ധമായിരിക്കും. ഒരു നീതിയും അവിടെ പുനഃസ്ഥാപിക്കപ്പെടുകയില്ല. അങ്ങനത്തെ ഒരു യുദ്ധമായിരിക്കും. എത്രത്തോളം എന്ന് വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടരെ തുടരെ നടന്നുകൊണ്ടേയിരിക്കും. തീർന്നു, വെടിനിർത്തി എന്ന് കരുതും, അഭയാർത്ഥിയിലേക്ക് പോയിക്കോളി എന്ന് പറയും, അങ്ങോട്ടേക്ക് അവരിടും. തുടരെ തുടരെ അട്ടിയട്ടിയായി അവർക്കെതിരെ കൊലവിളി നടന്നുകൊണ്ടേയിരിക്കും. ഹത്താ ലാ യജിദ അഹദും മിനൻ നാസി മിൻഹാ മൽജഉൻ. നിങ്ങൾ ഒരാളുടെ ഭാഗത്തു നിന്നും ആ യുദ്ധമുഖത്ത് പിടഞ്ഞു വീഴുന്ന കുഞ്ഞുമക്കളടക്കം, വൃദ്ധകളടക്കം, വൃദ്ധന്മാരടക്കം, സ്ത്രീകളടക്കം, അഭയാർത്ഥികൾ അടക്കമുള്ളവർ വെള്ളം കിട്ടാതെയും ഭക്ഷണം കിട്ടാതെയും ചികിത്സ കിട്ടാതെയും അവർ നിലവിളിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഒരു സന്തോഷത്തിന്റെ, ഒരു വർത്തമാനത്തിന്റെ ഒരംശമെങ്കിലും മുസ്ലിം ലോകത്തിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയേ വേണ്ട. ലോകത്തിന്റെ പ്രവാചകം പ്രഖ്യാപിച്ചത് കൊണ്ടാ ഇന്ന് സൗദിക്കാരനും മിണ്ടാത്തത്, ബഹ്റൈൻകാരനും മിണ്ടാത്തത്, UAE-കാരനും മിണ്ടാത്തത്, കുവൈത്തുകാരനും മിണ്ടാത്തത്, ഇറാൻകാരനും മിണ്ടാത്തത്, ഇറാഖുകാരനും മിണ്ടാത്തത്. മിണ്ടാൻ പറ്റൂല. ജനങ്ങളിൽ നിന്ന്, ഈ അധികാരി വർഗത്തിൽ നിന്ന്, ഇസ്ലാമിന്റെ പേരും പറഞ്ഞ് മുസ്ലിമീങ്ങളുടെ നാമധാരികളായി അധികാര കൊതിയിൽ അമർന്ന് ആനന്ദ നൃത്തം ചവിട്ടുന്ന ഈ നാമധാരികളായ മുസ്ലിം ഭരണകൂടങ്ങൾ ഈ യുദ്ധം നിർത്ത് നിർത്ത് എന്ന ഒരു വാക്ക് അവർ പറയുകയില്ല. കേട്ടോ സഹാബത്തെ, നബിയുനാ റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ പറഞ്ഞ വാക്കാണ്. പറയൂല, നിങ്ങൾ പേടിക്കണ്ട, പറയൂല. 11-ാം തീയതി തീരുമാനം വെച്ചിരിക്കും, അപ്പോഴത്തേക്ക് എല്ലാം ഫതഹാവും. 11-ാം തീയതി തീരുമാനത്തേക്ക് നാല് രാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ 4 സമുദായത്തിലെ 4 പേര് ഒന്ന് കൈ ഉയർത്തി നിർത്തടാന്ന് പറഞ്ഞാൽ നിർത്തും. പക്ഷെ പറയൂല അവര്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ, പറയൂല. ഹബീബായ തങ്ങൾ പറഞ്ഞ വാക്കാ, ലാ യസ്തതിഉ വഹദും മിനൻ നാസ്. എത്രത്തോളം തുഅറഖുൽ ഉമ്മത്തു അർഖൽ അദീം. ഈ സമുദായത്തെ ഒരു വള്ളി കണ്ടിച്ചു മാറ്റുന്നത് പോലെ അവരുടെ കഴുത്തറുത്ത് കുഞ്ഞുമക്കളടക്കമുള്ളവരെ കഷണങ്ങളാക്കി വെട്ടിമാറ്റപ്പെടുമ്പോഴും ഈ സമുദായം അവിടെ നോക്കിക്കണ്ടിരിക്കും. ലാ യസ്തതിഉ അയ്യഖൂല മഹ്. ഇത് പാടില്ല, നിങ്ങൾ കാണിക്കുന്നത് തെറ്റാണ്, അധർമ്മമാണ് എന്ന് പറയാൻ ഒരു അറബി സമൂഹവും അന്നത്തെ കാലത്ത് ഉണ്ടാവില്ല. ഉണ്ടാകും, അവർ നോക്കുകുത്തികളെ പോലെയായിരിക്കും. അനങ്ങാൻ കഴിയൂല സഹാബത്തെ. ശരിയല്ലേ? നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കാണ്, ലയകൂനന്ന ബിശാമി ഫിത്നത്തുൻ വഅൻതും നാദിമൂൻ അൻ ജൂഇൻ ശദീദിൻ ഫയകൂനു റീഹുൽ ഖുബ്സി അത്യബ മിൻ റീഹിൽ മിസ്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു കാലം വരും, അന്ന് ഈ ഷാമിലെ മക്കൾ, അതായത് ഇന്ന് അനുഭവിക്കുന്ന ഈ ഫലസ്തീനിന്റെ മക്കൾ, ഒരു റൊട്ടി കഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ, വിശന്ന് പട്ടിണി കിടന്ന് നിലവിളിക്കുന്ന ഒരു കാലഘട്ടം വരും. ആരെങ്കിലും അയൽ രാജ്യത്തിൽ നിന്ന് വലിച്ചെറിയുന്ന റൊട്ടി കഷണത്തിന്റെ ഒരംശമെങ്ങാനും അവർക്ക് കിട്ടിയാൽ ഫയകൂനു റീഹുൽ ഖുബ്സി അത്യബ മിൻ റീഹിൽ മിസ്ക്. മിസ്കിനേക്കാൾ, കസ്തൂരിയേക്കാൾ അവർക്ക് ആ ഉണങ്ങിയ റൊട്ടി കഷണമാണ് ഏറ്റവും ശ്രേഷ്ഠമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ ഒരു കാലം വരും. ആ കാലല്ലേ? വെള്ളമുണ്ടോ? വഅൻതും നാദിമൂൻ. നിങ്ങൾ വിഷമിക്കും, അവർ പട്ടിണി കിടക്കുന്നത് കൊണ്ട്. വെള്ളമില്ല, കഴിക്കാൻ വെള്ളമില്ല, കുടിക്കാൻ വെള്ളമില്ല.
ഉമ്മമാർക്ക് മുല കൊടുക്കാൻ പാലില്ല. അറബികൾ നോക്കിക്കണ്ട് ആടിനെയും പുഴുങ്ങി ഒട്ടകത്തെയും പുഴുങ്ങി വിശാലമായി അവർ തിന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ സമുദായത്തിലെ സമൂഹമാണ് കുഞ്ഞുമക്കളടക്കം ബോംബ് പൊട്ടി, കുഞ്ഞുമക്കളടക്കം തലയോട്ടി പൊട്ടി പിളർന്ന് ഗർഭിണികള്, ഉമ്മമാര്, പെങ്ങന്മാര്, മസ്ജിദുകൾ, മദ്രസകൾ എല്ലാം തകർന്ന് തരിപ്പണമാകുമ്പോ നമ്മുടെ സമുദായം നല്ല ആട് പുഴുങ്ങിയിരുന്ന് കബ്സ അടിക്കുകയാ. നല്ല കബ്സ, ആടിന്റെ മട്ടന്റെ കബ്സ. ആ സമുദായം തിന്നാനും കുടിക്കാനും വഴിയില്ലാതെ കിടക്കും. നിങ്ങൾ ദുഃഖിക്കുമത്രേ, നിങ്ങൾക്ക് വെള്ളം കിട്ടാതെ നിങ്ങൾ ദുഃഖിക്കുമത്രേ, നിങ്ങൾ വിഷമിച്ച് നിങ്ങൾ ദുഃഖിക്കുമത്രേ. അങ്ങനെ ഒരു കാലഘട്ടം വരും എന്റെ സമുദായത്തിന്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണ്. അത് യാഥാർത്ഥ്യമായി പുലരുക തന്നെ ചെയ്യും, ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ചരിത്രത്തിൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത ഒന്നുമില്ല. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു സഹാബാക്കളുമായിട്ട് ഒരുമിച്ച് കൂടിയിരിക്കുമ്പോ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ ഷാമിന്റെ ഭാഗത്തേക്ക് കൈ ഉയർത്തിട്ട് പറഞ്ഞു, ഫനഹാഹാ ബിശ്ശാം. ഷാം എന്ന് പറയുന്നതാണ് ഇന്നത്തെ ഫലസ്തീൻ, സിറിയ, ജോർദാൻ, ഈജിപ്റ്റ് അടങ്ങുന്ന ഈ സ്ഥലങ്ങൾ ഇതെല്ലാം ആ ഷാമിൽപ്പെട്ടതാണ്. ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് അദുവുൻ യജ്മഊന ലി അഹ്ലിൽ ഇസ്ലാം. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ദേ ആ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനെ തകർക്കാൻ ഒരു വിഭാഗം തയ്യാറായി നിൽപ്പുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ വാക്ക് കേട്ടിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ആ ഷാമിന്റെ ഭാഗത്തേക്ക് വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞ കാര്യമാണ്. ബഹുമാനപ്പെട്ട സഹാബി പറയുകയും ഇനി എന്താണ് നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുമൊക്കെ ഇൻഷാ അല്ലാഹ്. ആ സ്വർഗത്തിൽ കയറിയാ പിന്നെ നിന്നോട് എന്ത് ചോദിക്കാനാ? നീ പിന്നെ സുഖമായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല എത്ര വലിയ കരുണയുള്ളവനാ സഹോദര. അള്ളാഹു തആല അവനോട് പറഞ്ഞു, എൻ്റെ ഔദാര്യം കൊണ്ട് നിൽക്കരിക്കും, ചെയ്യരുത് ചെയ്യരുത്, വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടും പടച്ച തമ്പുരാൻ എന്താ പറഞ്ഞത്? ഈ 3 പ്രാവശ്യം ചോദിച്ചപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുത്ത് കയറിക്കൊള്ളാനാണ് പറഞ്ഞത്. എത്ര വലിയ കരുണയുള്ളവനാ, എത്ര വലിയ കരുണയുള്ളവനാ. ഈ അള്ളാഹു റബ്ബുൽ ഇസ്സത്തിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ 45 വഖത്ത് കുറച്ചൊന്ന് 5-ൽ നിന്ന് എന്തെങ്കിലും കൂടെ ഒരു എക്സ്ക്യൂസ് കിട്ടിയാൽ വലിയ ഉപകാരമായിരിക്കും. എന്താണ് അള്ളാഹു? ഇല്ല ഇല്ല മുഹമ്മദെ, അതിൽ നിന്നൊന്നും കുറയ്ക്കാനൊന്നും പറ്റൂല. ഞാൻ നിർബന്ധമായി തീരുമാനം എടുത്തത് 50 വഖത്താണ്. ഇത് ആകാശ ഭൂമി സൃഷ്ടിച്ച സമയത്ത് ഞാൻ എടുത്ത തീരുമാനമാണ്. അത് ഞാൻ കുറയ്ക്കൂല. അത് എന്ത് വന്നാലും ഈ 50 വഖത്തിന്റെ കൂലി ഈ ഉമ്മത്തിന്, നിന്റെ ഉമ്മത്തിന് കിട്ടിയിരിക്കണം. എൻ്റെ നിയ്യത്ത് അതാണ്, എൻ്റെ ആഗ്രഹം അതാണ്. അപ്പൊ 45 അല്ലാ നീ ചുരുക്കി തന്നില്ലേ? അത് 45 ചുരുക്കിയെങ്കിൽ ഈ 5-നകത്ത് ഞാൻ വേറെ കുറെ കൺസെഷൻ സംവിധാനം ചെയ്തിട്ടുണ്ട്. എന്താണ്? മൻ ജാഅ ബിൽ ഹസനതി ഫലഹു അശ്റു അംസാലിഹാ. ഒരാൾ ഒരു നന്മ ചെയ്താൽ 10 നന്മ ഞാൻ അവന്റെ മേൽ രേഖപ്പെടുത്തും. ഒരു വഖത്ത് നമസ്കരിച്ചാൽ 10 വഖത്ത് നിസ്കരിച്ചതിന്റെ കൂലി. 50 വഖത്ത് 5 വഖത്ത് നമസ്കരിച്ചാൽ 50 വഖത്ത് നമസ്കരിച്ചതിന്റെ കൂലി. 45 ഞാൻ കൺസെഷൻ ചെയ്ത് തന്നു. ബാക്കി 45-ന് ബദലായിട്ട് ഈ 5 വഖത്ത് നമസ്കാരം നിങ്ങൾ മുറുകെ പിടിച്ചാൽ 50 വഖത്തിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ഞാൻ തരാം. പൊയ്ക്കോ, ഇനി ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യണ്ട, വിട്ടോളാൻ പറഞ്ഞു. അള്ളാഹുവേ, നമുക്കൊക്കെ 50 വഖത്തെങ്ങാണ് നിർബന്ധമാക്കിയിരുന്നെങ്കിൽ എന്തായിരുന്നു അവസ്ഥ? ജോലിക്ക് പോകാൻ പറ്റുമോ? സ്കൂളിൽ പോകാൻ പറ്റുമോ? എന്തെങ്കിലും പണിയെടുക്കാൻ പറ്റുമോ? നോമ്പ് പിടിച്ചുള്ള അവസ്ഥ എന്തായിരിക്കും? രാത്രി 2:45 നിശാ നമസ്കാരം കഴിയും, 5 മണിക്ക് സുബഹി തുടങ്ങും അടുത്തത്. ഉറങ്ങാൻ എത്ര സമയം കിട്ടും? നമ്മുടെ ജോലി ഇത് തന്നെ ആയിരിക്കും. എന്നിട്ട് അള്ളാഹ് നമ്മളോട് ചെയ്ത കരുണ എന്താ? 50 വഖത്തിന്റെ കൂലിയും അള്ളാഹു നമുക്ക് തരുന്നു. 5 വഖത്ത് ഒരാൾ നമസ്കരിച്ചാൽ മൻ ജാഅ ബിൽ ഹസന ഫലഹു അശ്റു അംസാലിഹാ, 10 നന്മ. അള്ളാഹുവിന്റെ കൺസെഷൻ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ നാളെ ആഖിറത്തില്. അള്ളാഹു നമുക്ക് അതുകൊണ്ടാണ് ഇത്രയും നിഅമത്തുകൾ നമ്മൾ ചെയ്തു തന്നിട്ട് പടച്ച തമ്പുരാന് നമ്മൾ ശുക്ർ ചെയ്യാതെ നന്ദികേട് കാണിച്ചവരായി കഴിഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിൽ നമ്മളെ പിന്നെ എങ്ങനെ വെറുതെ വിടുവോ? നബീന റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹ് ചെയ്തു കൊടുത്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സ്വർഗ്ഗം നിർബന്ധാക്കി. നബി തങ്ങളെ ഏറ്റവും വലിയ ഹൗദുൽ കൗസറിന്റെ ഉടമസ്ഥനാക്കി.
നബിതങ്ങളെ നാളെ ആഖിറത്തിന്റെ ഷാഫിഅ മുശഫ്ഫഅാക്കി നബിതങ്ങൾക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാനുള്ള അനുവാദം കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആകാശ ലോകം അപ്പുറത്തേക്ക് അള്ളാഹ് എത്തിച്ചു. ഇതൊക്കെ ചെയ്തിട്ടും നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ രാത്രിയും പകലും എന്നില്ലാതെ നിന്ന് നമസ്കരിച്ച് കാലിൽ നീര് വെച്ചു. സുന്നത്ത് നിസ്കാരങ്ങൾ അടക്കം ഖുർആൻ ഓതുന്നതിൽ വ്യാപൃതനായി. നോമ്പ് പിടിക്കുന്നതുമായി വലിയ ബന്ധം. ഈ റജബ് ശഅബാനിൽ മുഴുവൻ നബിതങ്ങൾ നോമ്പ് പിടിച്ചു. അള്ളാഹുമായുള്ള ബന്ധം കൂട്ടിക്കൊണ്ടിരുന്നു. എല്ലാവരും ചോദിച്ചു, എന്തിനാ നബി, അങ്ങക്ക് സ്വർഗല്ലേ? അങ്ങേക്ക് അള്ളാഹു ഇത്ര നിഅമത്ത് ചെയ്തിട്ട് പിന്നെ എന്തിനിത് ഇത്തരം ത്യാഗം സഹിക്കണോ? അഫലാകൂന അബ്ദൻ ശകൂറ, ഒരു നന്ദിയുള്ള ദാസനാവണ്ടേ? ഇത്രയും നിഅമത്ത് അല്ലാഹ് എനിക്ക് ചെയ്തു തന്നിട്ട് അവനോട് ഞാൻ നന്ദി കാണിച്ചില്ലെങ്കിലോ? അവനോട് ഞാൻ നന്ദി കാട്ടിയില്ല എങ്കിൽ ഞാൻ പിന്നെ എന്ത് ദാസനാ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചിന്തിച്ചെങ്കിൽ ഈ ഉമ്മത്തും അതുപോലെ ചിന്തിക്കണം. അള്ളാഹ് എത്ര അനുഗ്രഹം നമുക്ക് ചെയ്തു തന്നിട്ടുള്ള സുഹൃത്തുക്കളെ, എത്ര നിഅമത്ത് അല്ലാഹ് നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി, പടച്ചവനെ നീ എൻ്റെ ഒരു ഹാർട്ട് പ്രശ്നം കൊണ്ട് ചെക്ക് ചെയ്തപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാന്ന് പറഞ്ഞു. ഉടനെ നീ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചോ? അള്ളാഹ്ക്ക് വേണ്ടി ഒന്നുമെടുത്തിട്ട് പെട്ടെന്നൊരു ശുക്രിന്റെ സുജൂദ്. അൽഹംദുലില്ലാ, ക്യാൻസർ, അവിടെ മുഴ വന്ന് ക്യാൻസറാന്ന് പറഞ്ഞ് RCCയിൽ തള്ളിവിട്ടു. എല്ലാ ടെസ്റ്റും ചെക്കപ്പ് കഴിഞ്ഞു. ഇല്ല, നിങ്ങൾക്ക് പേടിക്കാനൊന്നുമില്ല, അത് സാധാ ഒരു മുഴയാണ്, എടുത്ത് കളഞ്ഞാൽ മതി, ക്യാൻസർ ഇല്ല. സുജൂദി വീണോ? നമ്മൾ ചിന്തിച്ചു നോക്ക്. എത്ര വലിയ രോഗം, നമ്മളെ പേടിപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ അല്ലാഹു തആല നമുക്ക് തന്നിട്ട് നമ്മളത് പോയി മല പോലെ വന്നത് മഞ്ഞ് പോലെ അല്ലാഹു തആല ഉരുക്കിക്കളഞ്ഞിട്ട് നമ്മുടെ ഭാര്യയോട് പറഞ്ഞോ, നീ ഒന്ന് സുജൂദ് ചെയ്തോ, അല്ലാഹ്ക്ക് നീ ഒരു ശുക്ർ ചെയ്തോ, ഒരു ശുക്രിന്റെ ഒരു നോമ്പ് നീ എടുത്തോ? നമ്മുടെ മക്കളെ അല്ലാഹ് സഹായിച്ചില്ലേ? നമ്മുടെ മക്കളെ അല്ലാഹ് രക്ഷപ്പെടുത്തിയില്ലേ? നമ്മുടെ മക്കളെ അല്ലാഹു തആല പരീക്ഷയിൽ വിജയിപ്പിച്ചില്ലേ? എൻട്രൻസ് എഴുതിയപ്പോൾ നീന്റെ കരച്ചിൽ ഇതൊന്നും ആയിരുന്നില്ലല്ലോ. എന്തെല്ലാം നേർച്ചകളാണ് നീ നേർന്നത്. എന്നിട്ട് അല്ലാഹു തആല നിനക്കത് ഇത്ര നിഅമത്ത് ചെയ്ത് അതിലൊരു പ്രവേശനം തന്നപ്പോൾ അല്ലാഹ്ക്ക് വേണ്ടി നീ എന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. നമ്മൾ സാധാരണ പറയല്ലേ, പാലം കടക്കോളം അത്, പിന്നെ പാലം കഴിഞ്ഞ് മറ്റേത്, കടക്കുവോളം കഴിഞ്ഞു കഴിഞ്ഞാൽ യാ അല്ലാഹ് മഅസ്സലാം അല്ലേ? അതല്ല നമുക്ക് വേണ്ടത്. അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു മതമാണ് അൽഹംദുലില്ലാഹ് പരിശുദ്ധമായ ഇസ്ലാം. ഇതിൽ അല്ലാഹു തആല മതം എല്ലാ ദിവസവും അള്ളാഹ് ആദരിക്കുന്നുണ്ട്. എന്നാലും അതിൽ നിന്ന് അള്ളാഹു ശ്രേഷ്ഠമാക്കി തിരഞ്ഞെടുത്ത ഈ 4 മാസത്തിലൊരു മാസമാണ് റജബ്. റമദാനിന് മുന്നോടിയായിട്ടുള്ള അനൗൺസ്മെന്റ് ആണിത്. ഈ റജബ് മാസത്തിലെ ഈ അനൗൺസ്മെന്റിൽ നിങ്ങൾ അള്ളാഹുമായിട്ട് അടുക്കാൻ റജബുൽ ലിതത്ഹീരിൽ ബദൻ വശഅബാനുൽ ലിതത്ഹീരിൽ ഖൽബ് വറമളാനുൽ ലിതത്ഹീരിർ റൂഹ്, ശരീരത്തെ, തൻ്റെ കൈകാലുകളെ, നമ്മൾ ചെയ്ത തെറ്റുകൾ, പാവങ്ങൾ അള്ളാന്റെ മുന്നിൽ എടുത്തു പറഞ്ഞിട്ട് പൊട്ടിക്കരയാനുള്ള ഒരു സമയമാണ് ഈ പരിശുദ്ധമായ റജബ് മാസം. അള്ളാന്റെ മാസമാണ്. നബി ശഅബാനു ഷഹരി, അടുത്ത മാസം നബിതങ്ങൾ പറഞ്ഞു എൻ്റെ മാസമാണെന്ന. ശഅബാനു ഷഹരി, ശഅബാൻ എൻ്റെ മാസമാണ്. അതിനു മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാസമാണ്. അള്ളാഹുലേക്ക് അടുക്കാനുള്ള മാസമാണ്. ആരെടുത്തു? ആരല്ലാഹുമായിട്ട് ബന്ധപ്പെട്ടു? ആര് തൗബ ചെയ്തു? തൻ്റെ കൈകാലുകൾ കൊണ്ട് എത്ര തെറ്റുകൾ ചെയ്ത് നമുക്ക് നമ്മുടെ കൈകളും കാലുകളും അള്ളാഹുവിൻ്റെ മുന്നിൽ സാക്ഷ്യപ്പെടുത്തിയിട്ട് പടച്ചവനെ നീ പുറത്തു തരണേ, നീ മാപ്പ് ചെയ്ത് തരണേ എന്ന് ചോദിക്കാൻ നമുക്ക് എത്ര സമയം ഉണ്ടായിട്ട് നമ്മൾ ആരല്ലാഹുമായി എടുത്തു? പള്ളി എവിടെ സജീവമായി? രാഷ്ട്രീയ ചർച്ചകളാ, അവരങ്ങനെ ചെയ്തു, ഇവരിങ്ങനെ ചെയ്തു, മറ്റേതങ്ങനെ ചെയ്തു. ഖിയാമത്ത് നാളിൻ്റെ അടയാളമാണ് പരിശുദ്ധമായ ജുമാക്ക് അവസാനമായി വരല്. ഖിയാമത്ത് നാളിൻ്റെ അടയാളാണിത്. നമ്മുടെ കൗം അങ്ങനല്ലേ വരിക? പിന്നെ നിസ്കാരം എന്താ ബന്ധം? ഖിയാമത്തിന്റെ അടയാളമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എണ്ണിയ കാര്യമാണത്. ജൂതന്മാർക്ക് ഇഷ്ടപ്പെടാത്ത 3 കാര്യം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എല്ലാവരോടും വലിയ കരുണയുള്ള വ്യക്തിയാ. ആരെയൊന്നും ആവശ്യമില്ലാതെ ശാബാനോ പിരാകാനോ ഒന്നും പോകില്ല. ജൂത നസ്രാണികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വന്ന് സലാം പറഞ്ഞപ്പോൾ ആയിഷ റളിയല്ലാഹു തആല അടുത്തിരുന്നിട്ടുണ്ടായിരുന്നു. ഉടനെ അവരെ ശപിച്ചു. പന്നിക്കും കുരങ്ങന്മാർക്ക് ഉണ്ടായവരാണ് നിങ്ങൾ ഞങ്ങളുടെ നബിക്ക് സലാം പറയണ്ട. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശകാരിച്ചു. ആയിഷ, നീ അങ്ങനൊന്നും പറയരുത് കേട്ടോ. എന്തുകൊണ്ടാണ് അവരെ കുരങ്ങന്മാരാക്കിയതെന്നറിയോ? എന്തുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പന്നിക്കൂട്ടങ്ങളാക്കി മാറ്റിയതെന്നറിയോ? നമ്മളത് ചിന്തിക്കണം, മനസ്സിലാക്കണം. അവർക്ക് ജുമ ഉണ്ടായിരുന്നു. അതൊരു എല്ലാവർക്കും ആദ്യം വെള്ളിയാഴ്ചയായിരുന്നു. എല്ലാവരുടെയും ജുമ ആദ്യം വെള്ളിയാഴ്ചയായിരുന്നു. പിന്നെ അവർ അള്ളാഹ് അടുത്ത് ചോദിച്ചിട്ട് ശനിയാഴ്ചത്തേക്ക് ചോദിച്ചു വാങ്ങി.
ആ ശനിയാഴ്ച അള്ളാഹു സുബ്ഹാനഹു വ തആല ചില നിബന്ധനകൾ വെച്ചു. നല്ലൊരു ദിവസമാണ്, ഈ ദിവസത്തെ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരതിലും കൃത്രിമം കാണിച്ച്, ഇടങ്ങേറ് കാണിച്ച്, അള്ളാഹ്ക്ക് വിരോധം കാണിച്ച്, കച്ചവടത്തിന് പോരുത്, മീൻ പിടിക്കാൻ പോരുത്, അങ്ങനെ പോരുത്, അള്ളാഹ് വെച്ച ഡിമാൻഡുകളെ അംഗീകരിക്കാതെ വന്നപ്പോൾ അള്ളാഹു തആല കൂനു ഖറദതൻ ഖാസിഈൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ കോലം മറിച്ചു കളഞ്ഞു. അന്നൊക്കെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവരുടെ കോലത്തെ അള്ളാഹു തആല പെട്ടെന്ന് മറിക്കും. ഇതുകൊണ്ടാണ് നബി തങ്ങൾ ദുആ ചെയ്തത്, പടച്ച തമ്പുരാനെ എൻ്റെ ഉമ്മത്തിനെ നീ കോലം മറിച്ചേക്കല്ലേ അല്ലാഹ്. നഊദു ബില്ലാ, ആ ദുആ അള്ളാഹ് സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ ഈ ജുമാക്ക് എത്ര പേരുണ്ടാവും? മുസ്ലിയാരുണ്ടാവോ? തങ്ങളുണ്ടാവോ? കേൾക്കാൻ ആളുണ്ടാവോ? എത്ര പേരുണ്ടാവും? അള്ളാഹ് നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അൽഹംദുലില്ലാഹ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, ഇനി ഖിയാമത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് ഖസ്ഫ് മസ്ഖ് ഒക്കെ ഉണ്ടാവും, കോലമറിക്കൽ ഉണ്ടാകും. അത് ലോകാവസാനത്തിന്റെ അടയാളവുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്നതാണ്. അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു, എൻ്റെ സമുദായത്തെ നീ കോലം മറിക്കല്ലേ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? എൻ്റെ സമുദായത്തെ ഒരു തെറ്റ് ചെയ്യുമ്പോൾ മുൻഗാമികളെ നീ കോലം മറിച്ചതുപോലെ നീ കോലം മറിക്കരുതേ റഹ്മാനെ എന്നാ പറഞ്ഞതിൻ്റെ ആശയം. അങ്ങനെയല്ല, അത് ഒഴിവാക്കിയിട്ട് അല്ലാഹു തആല അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഇനി ഖിയാമത്ത് നാൾ വരുമ്പോൾ ഒരു ഖസ്ഫ് മസ്ഖ്, ഒരു ഭൂകമ്പം, ഭൂമി കുലുക്കം, കോലം മറിക്കലൊക്കെ ഉണ്ടാകും. അത് സാധിക്കാതെ, സംഭവിക്കാതെ ലോകം അവസാനിക്കൂല. എന്തുകൊണ്ടാണ് അപ്പൊ ഈ ജുമാ ദിവസത്തെ അള്ളാഹു ആദരിച്ചു, ബഹുമാനിച്ചു? ജൂതന്മാർ ആദരിക്കില്ല. ജൂതന്മാരുടെ ഏറ്റവും വലിയ ജൂത നസ്രാണികൾക്ക് മുസ്ലിം ഉമ്മത്തിനോടുണ്ടാകുന്ന ഏറ്റവും വലിയ ദേഷ്യം, അസൂയ എന്നാണ് ഹദീസിൽ കാണുന്നത്.